നേരത്തെ പറഞ്ഞതുപോലെ 52.25% മൂന്നരയോടുകൂടി പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിലും കണ്ണൂരും ചാലക്കുടിയിലും അതോടൊപ്പം കാസർഗോഡുമാണ് ഏതായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ പാലക്കാട് നിന്ന് വരുന്ന വാർത്ത, ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. പാലക്കാട് തെങ്കുറിശി വടക്കേത്തറ LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ആളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. തേൻകുറിശി സ്വദേശി ശബരിയാണ് മരിച്ചത്. അപ്പോൾ കുഴഞ്ഞു വീണ് ഇന്നത്തെ ദിവസം തന്നെ കനത്ത ചൂട് കാരണം പോളിംഗ് ബൂത്ത് ഏജന്റുമാരടക്കം കുഴഞ്ഞു വീണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഉണ്ടാകുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണം 4 മാറുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഇനി ചാലക്കുടി മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ചാലക്കുടിയിൽ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്ന 54.41% ചാലക്കുടിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ 80-ന് മുകളിൽ 84-ന് മുകളിലൊക്കെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ ചാലക്കുടിയിലുണ്ട്. അത് കയ്പമംഗലമാണെങ്കിൽ, ചാലക്കുടി തന്നെയാണെങ്കിൽ, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് മണ്ഡലങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അത് 3 മുന്നണികൾക്ക് മാത്രമല്ല 2020ക്കും സ്വാധീനമുള്ള ചാലക്കുടി എന്നുള്ള മണ്ഡലം. സി രവീന്ദ്രനാഥ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ അവിടെ UDF സ്ഥാനാർത്ഥിയാകുന്നു. K ഉണ്ണികൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയാകുമ്പോൾ 2020യുടെ സ്ഥാനാർത്ഥിയും ചാർലി പോളും അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. അങ്കമാലിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരും. ആജ്ഞയിലേക്ക് നമുക്ക് പോകാം. ആജ്ഞ നിൽക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 79.93 വരെയാണ് അന്ന് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഒരു പക്ഷേ അത് മറ്റ് മണ്ഡലങ്ങളുമായി, ചാലക്കുടിയിലെ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തരക്കേടില്ലാത്ത രീതിയിലേക്ക്, എന്നാൽ ഏറ്റവും ഉയർന്ന രീതിയിലുമല്ല. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, 80-ന് അടുത്ത് വരെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതാണ് കഴിഞ്ഞ തവണ അങ്കമാലിയിലൊക്കെ. ഇത്തവണത്തെ ആ ഒരു ജനക്കൂട്ടം ഏത് തരത്തിലാണ്? ഇപ്പോൾ ഈ 3:30 എന്നൊക്കെ പറയുമ്പോൾ ആ കനത്ത വെയിലിൽ നിന്ന് ഒരു ചെറിയൊരു കുറവിലേക്ക് എത്തുന്നു. കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാരടക്കം സ്ത്രീകളടക്കം കൂടുതൽ പേർ എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടോ? അപർണ സൂചിപ്പിച്ചത് ശരിയാണ്. ചൂട് കൂടിയതോടെ ഒരു ഉച്ചയോടുള്ള സമയത്ത് 11 മണി മുതൽ ഈ പറയുന്ന 3 മണി വരെ തിരക്ക് വളരെ കുറവായിരുന്നു. 1-2 പേര് വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഒരു 3 മണിയോടെ ആയപ്പോൾ അത്രയല്ല, ആളുകൾ കൂടി. ഇവിടെ നല്ല ക്യൂ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാൽ പോലും 54.4 ഏതാണ്ട് 55% പോളിംഗിനോട് അടുക്കുന്നുണ്ട് ചാലക്കുടി മണ്ഡലത്തിലെ ഏകദേശ കണക്കനുസരിച്ച് ഇപ്പോൾ പോൾ ചെയ്ത വോട്ടുകൾ 54.41 എന്ന ഒരു കണക്കിലേക്ക് അടുക്കുന്നു, കണക്കായിട്ടുണ്ട്. 55%. അതിപ്പോൾ മികച്ച പോളിംഗിൻ്റെ കൂട്ടത്തിൽ പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അത്യാവശ്യം ഈ ചൂടിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്യൂ കാണുന്നുണ്ട്. ആളുകളൊക്കെ, പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അത് തന്നെയല്ല, ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഒരു കാര്യത്തിൽ 2020 കൂടി മത്സരിക്കുന്നത് കൊണ്ട് കടുത്ത ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. അത് എറണാകുളവും ചാലക്കുടിയുമാണ് 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ UDF വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ LDF വിരുദ്ധ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, അരാഷ്ട്രീയ വോട്ടുകൾ, ഇതൊക്കെ 2020യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊരാശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കുമ്പോൾ ബെന്നി ബെഹനാൻ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. എന്നാൽ ജനപ്രിയമായ ഒരു മുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രൊഫസർ C രവീന്ദ്രനാഥിനെ കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതുപോലെ BJPക്ക് ഇവിടെ BDJ സ്ഥാനാർത്ഥിയാണ്, NDAക്ക് BDJ സ്ഥാനാർത്ഥിയാണ്, K ഉണ്ണികൃഷ്ണനാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിന് മേൽ വോട്ട് പോൾ ചെയ്തൊരു ആത്മവിശ്വാസം BJPക്കുമുണ്ട്. എന്നിരുന്നാൽ പോലും 2020യുടെ ചാർലി പോൾ സീറോ മലബാർ സഭയുടെ വോട്ടുകൾ ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ യാക്കോബായ വോട്ടുകൾ, ക്രിസ്തീയ വോട്ടുകൾ കൂടുതലുള്ള മേഖലയാണ്. ഇത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 2020 മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ മുന്നിൽ 2020 എത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഭീതി 3 മുന്നണികൾക്കുമുണ്ട്. വോട്ട് ഷെയർ കുറഞ്ഞു പോകുമോ, അതല്ലെങ്കിൽ 2020ക്ക്
കൂടുതൽ പോൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് 2020 ഉള്ളത്. അതേസമയം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം ഉച്ചയ്ക്ക് 1 മണിയോടെ അത് 38% പക്ഷേ ഇപ്പോൾ അത് 55% കടന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, റൈറ്റ്, 55% കടന്നിരിക്കുന്നു ചാലക്കുടിയിലുള്ള പോളിംഗ് ശതമാനം എന്നുകൂടിയാണ് ആജ്ഞ രവീന്ദ്രൻ നൽകുന്ന വിവരം. ഏതായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ചാലക്കുടി തന്നെയാണ്. ഇടത് വലത് മുന്നണികളിലേക്ക് മാറി മാറി കാറ്റുവീശുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിനിടയിൽ മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്ത. മലപ്പുറം കോട്ടക്കലിൽ LDF UDF സംഘർഷമുണ്ടായിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയെന്ന ആരോപണത്തെ തുടർന്നാണ് പോളിംഗ് സ്റ്റേഷന് മുന്നിൽ സംഘർഷമുണ്ടായത്. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് HSSന് സമീപമായിരുന്നു സംഘർഷം. വാഗ്വാദവും സംഘർഷവും രൂക്ഷമായതിനെ തുടർന്ന് മലപ്പുറം DYSP P ഷംസിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ ഒന്നാണ് ഇത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊട്ടിക്കാലശത്തിനും കണ്ടതാണ്. സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇടപെടേണ്ട രീതിയിലേക്ക് വരുന്നു. പോലീസ് ഇടപെട്ടിട്ടും അത് ചെവികൊള്ളാതെ പ്രവർത്തകർ വീണ്ടും കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഫ്ളാഗുകൾ ഉയർത്താനും ആ രീതിയിലുള്ള പ്രകടനം സംഘടിപ്പിക്കാനുമുള്ള നീക്കങ്ങളിലേക്ക് കടന്ന കാഴ്ചകളെല്ലാം കണ്ടതാണ്. അന്ന് സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ടെത്തി അണികളെ അനുനയിപ്പിക്കുന്ന രംഗങ്ങൾക്കൊക്കെ സാക്ഷിയായതാണ്. പ്രശ്നബാധിത ബൂത്തിൽ ഒന്നാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി മലപ്പുറം കോട്ടക്കലിൽ നിന്ന് ഉണ്ട്. ഏതായാലും ഇപ്പോഴത്തെ നമുക്ക് കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി 3:35 വന്ന കണക്ക് പ്രകാരം 52.27% എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലും കണ്ണൂരും ചാലക്കുടിയിലും കാസർഗോഡുമാണ്. പൊന്നാനി തന്നെയാണ് ഇത്തവണയും ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്ത് ഇപ്പോഴത്തെ കണക്ക് 51.16% എന്ന കണക്കാണ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും പുതിയ കണക്ക് 51.82 എന്ന ഒരു പോളിംഗ് വന്നിരിക്കുന്നു. പിറവം നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ പിറവത്ത് 51.26, പാലയിൽ 50.91, കടുത്തുരുത്തി 49.88, വൈക്കം 54.94, ഏറ്റുമാനൂരിൽ 52.17, കോട്ടയത്ത് 51.81, പുതുപ്പള്ളി 52.25 എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം 80-നടുത്ത് വരുന്ന പോളിംഗ് ശതമാനത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരല്പം മന്ദഗതിയിലായിരുന്ന ആ പോളിംഗ് ശതമാനം വീണ്ടും കോട്ടയത്ത് ഉയരുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ ഒരു 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ശതമാനം കൂടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ബൂത്തിൽ നിന്നുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ്? അപർണ, കഴിഞ്ഞ തവണ 75% അത് മറികടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഉച്ച സമയത്ത് വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 12 മണിക്ക് ശേഷം 3 മണി വരെയുള്ള സമയത്ത് വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ഒരു 45% പോളിംഗിലേക്ക് 12 കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയതാണ്. പിന്നീടൊരു ഏതാണ്ടൊരു കുറച്ച് ശതമാനം വോട്ടുകൾ 5.5 അല്ലെ 6% വോട്ടുകളൊക്കെ പിന്നീട് വന്നിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പോളിംഗ് ബൂത്തിന് മുന്നിലേക്ക് വലിയ ഒരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. കോട്ടയത്ത് ആകെ ട്രെൻഡ് എടുത്താൽ വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 54% പോളിംഗ് ആണ് വൈക്കത്ത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇടത് മണ്ഡലം കൂടിയാണ് വൈക്കം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ SNDPക്കും കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ നേരത്തെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു 10-30,000 വോട്ടുകൾ BDJ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് എത്ര ലഭിക്കും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട അത്തരം സാധ്യതകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് വൈക്കം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകത്താണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇത് 2 ബൂത്തുകളാണുള്ളത്. ഈ ഒരു ബൂത്തിൻ്റെ മുന്നിൽ കാര്യമായ ആളുകൾ ഒന്നും തന്നെ ഇല്ല. തൊട്ടിപ്പുറത്ത് കുമരകം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിനുള്ളിൽ വോട്ട് ചെയ്യാൻ ആളുകൾ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നീണ്ട ക്യൂ ഒന്നും രാവിലെ ഉണ്ടായിരുന്ന, കോട്ടയത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു നീണ്ട ക്യൂ, അതിനപ്പുറത്തേക്കൊരു വലിയ ക്യൂ ഒന്നും ഈ സമയത്തില്ല. നേരത്തെ അപർണ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വൈകുന്നേരം, അതായത് കുറച്ചുകൂടി കഴിഞ്ഞാൽ, വെയിൽ കുറച്ചുകൂടി താണു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ
പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ ചൂട് വലിയ പ്രശ്നമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാവിലെ വലിയ രീതിയിൽ ആളുകളുടെ തിരക്കുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോട് സാധാരണ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ വേനൽ മഴ, അതിശക്തമായ വേനൽ മഴയും ഇടിയുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാവിലെ കൂടുതൽ ആളുകളും വന്നത്. പക്ഷേ മറ്റു പല കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ ഇനിയും വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തെ ആ ഒരു പോളിംഗ് ശതമാനം മറികടന്ന് 75% മറികടന്ന് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമായി നിൽക്കുന്നത്. അപർണ, റൈറ്റ്. ഏതായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമോ കോട്ടയം എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഉറ്റുനോക്കുന്ന പോരാട്ടമായിരുന്നു കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ്, 2 കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരാട്ടം പ്രധാനമായിട്ടും ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ തോമസ് ചാഴിക്കാടൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കളത്തിലിറങ്ങുക, തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി. അങ്ങനെ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആവേശം നിറഞ്ഞ പ്രചാരണമായിരുന്നു ഈ 1.5 മാസം ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള പോളിംഗിലേക്ക് എത്തുമ്പോൾ ആ രീതിയിലുള്ള ആവേശം പോളിംഗ് ബൂത്തുകളിലുണ്ടോ? ഏതായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ വൈകുന്നേരത്തിനുള്ളിൽ കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി G. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് നൽകുന്നത്. നമുക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.